എല്ലാവർക്കും സബ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഈ സാധനം നമ്മൾ കാണുമ്പോഴേ നമ്മുടെ എല്ലാവരുടെയും വായിൽ വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ വാളൻപുളി. ഇത് നമുക്ക് സാമ്പാറിലും രസത്തിലും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കും. വാളൻപുളിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു മരമുണ്ട്. ആ മരത്തിൽ നിന്ന് കിട്ടിയ വാളൻപുളിയെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ച് അതിനെ നന്നായി വെയിൽ കൊള്ളിച്ചെടുത്ത് ഞാൻ ഓർത്തു ഇതൊന്ന് ശരിയാക്കി എടുക്കാം. കഴിഞ്ഞ വർഷം എനിക്കിതുപോലെ കിട്ടി, ഞാനതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ കിട്ടിയതെല്ലാം ഞാനങ്ങനെ നന്നായി വെയിൽ കൊള്ളിച്ച് ഇതുപോലെ അതിൻ്റെ പുറം തോലിങ്ങനെ പപ്പടം പൊടിയുന്ന പോലെ പൊടിയും. പിന്നെ അതിൻ്റെ നാരും കളഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തിൽ മാറ്റി വയ്ക്കാം. ഈ പുളി ശരിയാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പണിപ്പെട്ട ജോലിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ നാര് കളയണം, അതിനുള്ളിലെ കുരുവെല്ലാം കുത്തിക്കളയണം. എന്നിട്ട് മാത്രമേ നമുക്കിത് ഉപയോഗത്തിനായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നാരൊക്കെ കളഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഒരു മുറം നാര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ കേട് വന്നതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഇതൊക്കെ കണ്ടോ, കേട് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൽ ഫുള്ള് ഇങ്ങനെ ഒരുമാതിരി കേട് വന്നതാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയും നാരും എല്ലാം കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് പുളി കിട്ടുന്നത്. ഇതിനെ ഒന്നുകൂടെയൊക്കെ ഞാൻ വെയിൽ കൊള്ളിക്കും. എന്നിട്ട് മാത്രമേ അതിൻ്റെ കുരു കുത്തിക്കളയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കും. സോ അതിനേക്കാൾ നല്ലത് നമുക്ക് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായി വെയിൽ കൊള്ളിക്കും. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മൊത്തത്തിൽ പ്രയോജനപ്പെടുത്തി വെയിൽ കൊള്ളിക്കുകയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും. ഇങ്ങനെ കുറേ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട്. അതിന് ശേഷമാണ് ഞാൻ കുരു കുത്തി കുറച്ച് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയും കുത്താനുണ്ട്. അപ്പോൾ കുരുവൊക്കെ കുത്തി അതിലിച്ചിരി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉരുളയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് മൈ വീഡിയോസ്. ആൻഡ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.